ഹലോ ഫ്രണ്ട്സ്, വീഡിയോ ഗെയിം ആരാധകരുടെ ഇടയിൽ ഏറ്റവും അധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു ഗെയിമാണ് അസാസിൻസ് ക്രീഡ്. ഈ ഗെയിമിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ 2016 പുറത്തിറങ്ങിയ സിനിമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്ട്രക്ചർ ഒരു ഗെയിമിന്റെ പോലെ ആണെങ്കിലും കോർ പ്ലോട്ടിൽ ചില വ്യത്യാസങ്ങളോടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പുരാതന സ്പെയിനിൽ മതങ്ങൾ അധികാരം പിടിച്ചടക്കിയിരുന്ന കാലം. അവിടെ ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങളായിരുന്നു അസാസിനുകളും ടെംപ്ലറുകളും. ടെംപ്ലറുകൾ ക്രിസ്തീയ മതത്തിന്റെ അനുഭാവികളായിരുന്നു. അസാസിനുകളാവട്ടെ അവർക്കെതിരെ പോരാടുന്ന വിപ്ലവകാരികൾ. ഈ രണ്ട് കൂട്ടർക്കും പൊതുവായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ആദിഭാവത്തിന്റെ വിലക്കപ്പെട്ട കനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ ഏദനിലെ വിശുദ്ധ ആപ്പിളായി അവർ കരുതുന്നു. ആ ആപ്പിളിൽ ആദിഭാവത്തിന്റെ വിത്ത് മാത്രമല്ല, മനുഷ്യന്റെ സ്വയം ചിന്തിക്കാനുള്ള കഴിവും അടങ്ങിയിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു പോകുന്നു. ടെംപ്ലറുകൾ അത് കൈക്കലാക്കി ലോകം മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിൽ വരുത്താമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അസാസിനുകൾ അവർക്കെതിരെ പോരാടി. ഏദനിലെ ആപ്പിളിനെ സംരക്ഷിച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു. അതിനായി അവർ തിരഞ്ഞെടുത്തത് ആയുധമാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകൂടം അവരെ തീവ്രവാദികളായി മുദ്രകുത്തി. നൂറ്റാണ്ടുകളോളം അസാസിനുകളും ടെംപ്ലറുകളും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സിനിമ ഏദനിലെ ആപ്പിളിനായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ടെംപ്ലറുകളെയും അവരെ നേരിടുന്ന അസാസിനുകളുടെയും കഥയാണ്. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ഫാസ്റ്റ് കട്ട്സ്. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. 1492 സ്പെയിനിലെ ആൻഡലൂസി എന്ന പ്രദേശം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ താഴ്വാരത്തുള്ള ഒറ്റപ്പെട്ടൊരു സങ്കേതം. അവിടെ അസാസിനുകളുടെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അവിടെ പ്രധാന കഥാപാത്രമായ അഗ്യുലർ ഡി നെഹ്റയെ കാണിക്കും. അവിടുത്തെ മുതിർന്ന നേതാവ് അയാളോട് സ്പെയിൻ ഭരണകൂടം ഏദനിലെ ആപ്പിളിനായുള്ള അന്വേഷണം ടെംപ്ലറുകൾക്ക് കൈമാറിയതിനാൽ ഇപ്പോൾ ആപ്പിൾ സൂക്ഷിക്കുന്ന സുൽത്താൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം കൊണ്ട് ആപ്പിൾ ടെംപ്ലറുകൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീയും നിന്റെ കൂട്ടാളികളും ജീവൻ കൊടുത്തായാലും ആപ്പിൾ സംരക്ഷിക്കണമെന്ന് പറയുന്നു. അഗ്യുലർ സത്യം ചെയ്യുന്നു. അതിനായി സ്വന്തം വിരൽ മുറിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ അടുത്തേക്ക് വരുന്ന മരിയ എന്ന അയാളുടെ പങ്കാളി കത്തി പിടിപ്പിച്ചിട്ടുള്ള ഒരു കവചം അയാൾ അണിയിക്കുന്നു. എന്നിട്ട് പ്രതിജ്ഞാ രൂപത്തിലുള്ള ചില വാചകങ്ങൾ പറയുന്നു. അതണിഞ്ഞുകൊണ്ട് അവിടെ നോക്കി അയാൾ ഇങ്ങനെ പറയുന്നു: പ്രകാശത്തെ സേവിക്കാനായി നമ്മൾ ഇരുട്ടിൽ പ്രയത്നിക്കുന്നു, നമ്മൾ അസാസിൻസ്. അവിടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. ശേഷം അടുത്ത സീനിലായി 1986 മെക്സിക്കോയിലെ ബജാ കാലിഫോർണിയ എന്ന സ്ഥലം കാണിക്കുന്നു. അവിടെ ഒരു കുട്ടി സൈക്കിൾ കൊണ്ട് ഒരു കെട്ടിടത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടുന്നു. എന്നാൽ അവൻ താഴെ വീഴുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലെത്തി അവൻ കാണുന്നത് അവന്റെ അമ്മ ഒരു കസേരയിൽ കൊല്ലപ്പെട്ട നിലയിൽ ഇരിക്കുന്നതാണ്. തൊട്ടടുത്തായി അവന്റെ അച്ഛനും നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാൾ തന്നെയായിരുന്നു അവരെ കൊന്നത്. അയാൾ അവനോട്: നിന്റെ രക്തം നിന്റെ മാത്രം സ്വന്തമല്ല കാൾ, അവർ നമ്മളെ കണ്ടുപിടിച്ചു, നീ ഒളിവിൽ പോകുമെന്ന് പറയുന്നു. അപ്പോഴേക്കും വീടിന് പുറത്ത് കുറെ കാറുകൾ വന്നു നിൽക്കുന്നു. അതിൽ നിന്നും തോക്ക് പിടിച്ച് കുറെ പേര് ഇറങ്ങുന്നു. കാൾ അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു. അവന്റെ അച്ഛനെ അവർ ബന്ദിയാക്കുന്നു. കാൾ നിർത്താതെ എങ്ങോട്ടൊന്നില്ലാതെ ഓടുന്നു. പിന്നെ 30 വർഷത്തിന് ശേഷം USA ടെക്സാസിലുള്ള ഹൺസ്വിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് കാണിക്കുന്നു. അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടേക്ക് ബൈബിളുമായി വരുന്ന ഒരു വൈദികൻ അവന്റെ അടുത്തിരുന്ന് ബൈബിൾ വായിക്കുന്നു. ഇന്ന് അവന്റെ വധശിക്ഷയാണ്. അതിനായി അവൻ ഒരു പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അയാൾ ഒരു ബെർത്തിൽ ലോക്ക് ചെയ്ത ശേഷം അവിടെയുള്ള ആൾ കാലം ലിഞ്ച് ഇങ്ങനെ പറയുന്നു: ഇയാൾ ഒരു കൊലപാതകയാണെന്ന് കണ്ടെത്തിയതിനാൽ ഇന്ന് ഒക്ടോബർ 21, 2016 വധശിക്ഷ നടപ്പാക്കുകയാണ്. അവസാനമായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ അയാൾ അവരോട് എന്റെ അച്ഛനോട് നരകത്തിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അവർ അയാളുടെ വധശിക്ഷ നടപ്പാക്കുന്നു. ഒരു മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്താണ് അവർ അയാളെ വധിക്കുന്നത്. അപ്പോൾ അവന്റെ പഴയ ഓർമ്മകളെല്ലാം അവനിലൂടെ മിന്നിമായുന്നു. അവന്റെ കണ്ണുകൾ അടയുന്നു. അവൻ കണ്ണു തുറക്കുമ്പോൾ വേറെ ഏതൊരു സ്ഥലത്ത് ഒരു മെഡിക്കൽ ലാബിൽ ഒരു ബെഡിലായിരുന്നു അവൻ. അവന്റെ അടുത്ത് ഒരു സ്ത്രീയെ അവൻ കാണുന്നു. അവൻ അവളെ തൊടാൻ നോക്കുന്നു. അപ്പോൾ അവൾ തന്റെ പേര് ഡോക്ടർ സോഫിയ റിക്കൻ എന്നാണെന്നും നിന്നെ ഇന്നലെ വൈകിട്ട് വധിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയെന്നും ഇനി എല്ലാവരും നീ മരിച്ചു എന്നായിരിക്കും കരുതുക എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾക്ക് തളർച്ച അനുഭവപ്പെടുന്നു. അപ്പോൾ അവൾ അയാളോട്: കാൾ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ സഹായിക്കാനാണ്, നീ എന്നെയും സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കാൾ ആ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. തളർച്ചയുള്ളതിനാൽ അയാൾ താഴേക്ക് വീഴുന്നു. എങ്കിലും അയാൾ ഇഴഞ്ഞു നീങ്ങുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. അയാൾക്ക് ആകെ എന്തൊക്കെയോ വയ്യായി അനുഭവപ്പെടുന്നുണ്ട്. നടക്കുന്നതിനിടയിൽ ഇടയ്ക്ക് അയാൾ വീഴുന്നു, വീണ്ടും എഴുന്നേറ്റ് നടന്നു. അയാൾ മുകളിൽ ഒരു അറ്റത്തെത്തുന്നു. അയാൾ അവിടെ നിന്നും പുറത്തേക്ക് നോക്കുന്നു. അയാൾ ഏറ്റവും മുകളിലായാണ് നിൽക്കുന്നത്. അവിടെ വേറെയും തടവ് പുള്ളികളെ പോലെ തോന്നിക്കുന്ന ഒരേപോലെ ഡ്രസ് ചെയ്ത കുറച്ചു പേരുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കാളിനോട് താഴേക്ക് ചാടാൻ പറയുന്നു. അപ്പോൾ ഡോക്ടർ സോഫിയ വന്ന് ഇടപെടുന്നു. എന്നിട്ട് കാളിനോട്: നീ ഇവിടെ ഒരു തടവുകാരനല്ല, നിന്നെ സംരക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ നീ എന്നെ അനുസരിക്കണമെന്ന് പറയുന്നു. ഞാനിപ്പോൾ എവിടെയാണെന്ന് കാൾ അവളോട് ചോദിക്കുന്നു. മനുഷ്യരാശിയുടെ നന്മയ്ക്കായി നിലകൊള്ളുന്ന മാഡ്രിഡിലെ ആബ്സ്ഡെർഗോ എന്ന സ്ഥാപനത്തിലെ പുനരധിവാസ കേന്ദ്രത്തിലാണെന്ന് അവൾ മറുപടി കൊടുക്കുന്നു. അപ്പോൾ അയാൾ ഒന്ന് ചിരിക്കുന്നു. അവൾ തുടർന്നു: നിന്റെ സഹായത്തോടെ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ എനിക്ക് സാധിക്കുമെന്ന് പറയുന്നു. അയാൾ സോഫിയുടെ അടുത്തേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ഓഫീസർ മയക്കുമരുന്ന് വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അയാൾ നിലത്ത് വീഴുന്നു. സെക്യൂരിറ്റി സോഫിയോട് അവളുടെ അച്ഛനെ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ സോഫിയ ഇയാൾ എന്റെ പേഷ്യന്റ് ആണെന്നും ഇത് ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നു. കൂടെ അനിമസ് തയ്യാറാക്കാനും നിർദ്ദേശിക്കുന്നു. അനിമസ് എന്ന് പറഞ്ഞാൽ അവർ വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ്. ജനറ്റിക് മെമ്മറി ഉപയോഗിച്ച് മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാങ്കേതിക വിദ്യ. കാളിനെ അനിമസിലേക്ക് എത്തിക്കുന്നു. അയാൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൈ പോലുള്ള ഒരു യന്ത്രത്തിൽ വെച്ച് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിൽ 1492 ആൻഡലൂസിയിൽ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറയുന്നു. അഗ്യുലർ എന്ന ആളിന്റെ കുഴിമാടത്തിൽ നിന്നും എടുത്ത കത്തി പിടിപ്പിച്ച കവചം കാളിനെ ധരിപ്പിക്കുന്നു.
കാൾ സോഫിയോട് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീ അനിമസിലേക്ക് കടക്കുകയാണെന്നും നിന്റെ ഭൂതകാലമാണ് എനിക്ക് വേണ്ടതെന്നും നീ ഇനി അനുഭവിക്കുന്നതും അറിയുന്നതും 500 വർഷം പഴക്കമുള്ള ഒരാളുടെ ഓർമ്മകളാണെന്നും പറഞ്ഞുകൊണ്ട് ആ ചേംബർ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നു. കാളിന്റെ ഓർമ്മകളെല്ലാം മറയുന്നു. അയാൾക്കിപ്പോൾ അഗ്യുലർ എന്ന ആളുടെ ഓർമ്മകളാണ്, 500 വർഷം മുമ്പുള്ള ഓർമ്മകൾ. കാൾ 1492 ആൻഡലൂസിയിലേക്ക് എത്തുന്നു. അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മലമുകളിലായി നിൽക്കുന്ന അഗ്യുലറും കൂട്ടരും. അവരുടെ ലക്ഷ്യം രാജകുമാരനെ രക്ഷിക്കലാണ്. അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഒളിച്ചു കഴിയുന്ന രാജകുമാരനെ ടെംപ്ലർ സൈന്യം കണ്ടുപിടിക്കും. അവിടെയുള്ള ജനങ്ങളോട് ടെംപ്ലർ സൈന്യത്തിന്റെ പടത്തലവൻ ആരാണ് ഇവരെ ഒളിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. മറ്റുള്ളവരെ രക്ഷിക്കാൻ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് കുറ്റം ഏറ്റെടുക്കുന്നു. അയാളെയും കുടുംബത്തെയും തൂക്കിലേറ്റാൻ വിധിക്കുന്നു. രാജകുമാരൻ ഒരു കൂടിനുള്ളിൽ അടയ്ക്കുന്നു. സൈന്യത്തിലെ ഒരു മുതിർന്ന ആൾ അവിടെ നിന്നുകൊണ്ട് എല്ലാവരോടുമായി രാജകുമാരനെ കിട്ടിയതിനാൽ സുൽത്താൻ രാജ്യവും ഏദനിലെ ആപ്പിളും അടിയറവ് വയ്ക്കുമെന്നും അപ്പോൾ ഈ ലോകം തന്നെ ടെംപ്ലറുകളുടെ ഭരണത്തിന് കീഴിലാവുമെന്നും പറയുന്നു. അപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും ചാടി വന്ന അഗ്യുലർ അയാളെ കൊല്ലുന്നു. ഈ സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ മാസ് ഫൈറ്റ് സീനുകളും ചേസുകളുമാണ്. ഈ ഒരു സീൻ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അഗ്യുലറിന്റെ മറ്റു സഹായികൾ ബാക്കിയുള്ള സൈനികരുമായി യുദ്ധം ചെയ്യുന്നു. ഇതെല്ലാം അനിമസിലിരുന്ന് കാൾ ചെയ്യുന്നതാണ്. അഗ്യുലറിന്റെ കൂടെയുള്ള മരിയ വേഗം രാജകുമാരനെയും രക്ഷിച്ചുകൊണ്ട് കുതിരവണ്ടിയിൽ പോകുന്നു. എന്നാൽ ടെംപ്ലറുകളുടെ പടത്തലവൻ മറ്റൊരു വണ്ടിയിൽ അവരെ പിന്തുടരുന്നു. അവർക്ക് സഹായമായി അഗ്യുലറും പോകുന്നു. അവർ കുതിരയിലും കുതിരവണ്ടികളിലും പാഞ്ഞുകൊണ്ടേയിരുന്നു. പിന്തുടർന്നു വന്ന ടെംപ്ലറുകളോട് മരിയ ഫൈറ്റ് ചെയ്യുന്നു. അതേസമയം ടെംപ്ലർ പടത്തലവന്റെ വണ്ടിയിലേക്ക് ചാടി വീണ് അയാളോട് അഗ്യുലർ ഫൈറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് പാറയിൽ ഇടിച്ച ആ വണ്ടി തകരുന്നു. ടെംപ്ലർ പടത്തലവൻ താഴെ വീഴുന്നു. അഗ്യുലർ വേഗം രാജകുമാരനുള്ള വണ്ടിയിലേക്ക് ചാടുന്നു. എന്നിട്ട് മരിയയെ സഹായിക്കുന്നു. അപ്പോൾ മുന്നിലെ കൊക്ക അഗ്യുലർ കാണുന്നു. മരിയ അഗ്യുലറിനോട് രാജകുമാരനെ രക്ഷിക്കാൻ പറയുന്നു. അഗ്യുലർ രാജകുമാരനെ പൂട്ടിയെ കൂട് തുറക്കുന്നു. മരിയ കുതിരകളെയും വണ്ടിയെയും വേർപെടുത്തുന്നു. വണ്ടി നേരെ കൊക്കയിലേക്ക് വീഴുന്നു. എന്നാൽ ഒരു കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് രാജകുമാരനെ അഗ്യുലർ രക്ഷിക്കുന്നു. ടെംപ്ലർ പടത്തലവൻ അതും കണ്ടുകൊണ്ട് മലമുകളിൽ നിൽക്കുന്നു. അതേസമയം അനിമസിലുള്ള കാൾ ബോധം കെട്ട് താഴെ വീഴുന്നു. അയാളെ രക്ഷിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ സോഫി ആവശ്യപ്പെടുന്നു. എന്നിട്ട് കാളിന്റെ അടുത്ത് വന്ന് നീ നന്നായി തന്നെ ചെയ്തു എന്ന് പറയുന്നു. കാളിന് തന്റെ മുമ്പിൽ അഗ്യുലർ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അടുത്ത സീനിൽ അച്ഛന്റെ അടുത്തേക്ക് വരുന്ന സോഫിയ നമ്മൾ അയാളെ കണ്ടെത്തിയെന്നും അതായത് കാൾ അഗ്യുലറിന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരൻ തന്നെയാണെന്ന് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നും പറയുന്നു. പിന്നെ എന്തിനാണ് അവനെ പിൻവലിച്ചതെന്ന് അവളുടെ അച്ഛൻ റൈക്കൻ ചോദിക്കുന്നു. അവനെ ആരോഗ്യവാനായി നിലനിർത്തണം, ആത്മവിശ്വാസം കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഏതെല്ലാം ആപ്പിൾ കണ്ടെത്താൻ സാധിക്കൂ. അത് നമ്മളുടെ കയ്യിൽ തന്നെ എത്തുമെന്നും സോഫിയ മറുപടി പറയുന്നു. അവനെ നിർബന്ധിക്കാൻ ആവശ്യപ്പെടുന്ന റൈക്കനോട് അവൾ അനിമസ് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ലെന്ന് പറയുന്നു. എന്നിട്ട് അടുത്തേക്ക് വന്ന് ഷർട്ടിലെ കഫിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ റൈക്കൻ അവളെ നോക്കി ഇങ്ങനെ പറയുന്നു. 1917 റൂദർഫോർഡ് ആറ്റത്തെ വേർതിരിച്ചു. 1953 വാട്സണും ക്രിക്കും ഇരട്ടവളയം കണ്ടെത്തി. 2016 എന്റെ മകൾ ആക്രമണത്തിനുള്ള ചികിത്സ കണ്ടെത്തും. എന്റെ മകൾ എന്നേക്കാൾ ബുദ്ധിയുള്ളവളാണെന്ന് പറയുന്നു. എന്നിട്ട് മേലുദ്യോഗസ്ഥരോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി അവിടെ നിന്ന് പോകുന്നു. റൈക്കൻ തന്നെ മേലുദ്യോഗസ്ഥർക്കായി കാത്തു നിൽക്കുന്നു. അവിടേക്ക് വരുന്ന അവർ റൈക്കനോട് ഇനിയും നിങ്ങളുടെ പ്രോജക്ട് തുടരാൻ പണം നൽകാനാവില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്ന് പറയുന്നു. അപ്പോൾ റൈക്കൻ തന്റെ മകൾ ഏതെല്ലാം ആപ്പിൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന അസാസിനുകളുടെ പരമ്പരയിലെ ഒരാളെ കണ്ടെത്തിയെന്ന് പറയുന്നു. അതേസമയം മയക്കുമറന്നെഴുന്നേൽക്കുന്ന കാളിന് അഗ്യുലറിന്റെ രൂപം അടുത്തേക്ക് വരുന്നതായി ഇല്യൂഷൻ ഉണ്ടാകുന്നു. അവിടേക്ക് സോഫി അവനെ സഹായിക്കാനായി വരുന്നു. അപ്പോൾ കാൾ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ആ യന്ത്രം എന്താണെന്ന് ചോദിക്കുന്നു. അത് ജനറ്റിക് മെമ്മറിയാണെന്നും ആ അനിമസ് ഉപയോഗിച്ച് നമുക്ക് പൂർവികരെ പുനർജീവിപ്പിക്കാമെന്നും പറയുന്നു. പക്ഷെ അത് എനിക്ക് യാഥാർത്ഥ്യം പോലെ തോന്നിയെന്ന് കാൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് സോഫിയ മറുപടി പറയുന്നു. എന്നിട്ട് ഇത് എന്ത് തരം ജയിലാണെന്ന് ചോദിക്കുന്നു. ഇതൊരു ജയിലല്ലെന്നും നിനക്ക് സഹകരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും പറയുന്നു. കാൾ അവളെ വിടുന്നു. എന്നിട്ട് നല്ല വിശപ്പുണ്ടെന്ന് പറയുന്നു. അവൾ അവനെയും കൂട്ടി പുറത്തിറങ്ങുന്നു. അവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവിടെ കാളിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരു ബോർഡിൽ കാണുന്നു. ഇതെന്താണെന്ന് സോഫിയോട് കാൾ ചോദിക്കുന്നു. അപ്പോൾ സോഫി എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം, നിന്റെ മനഃശാസ്ത്രവും പൈതൃക ഗുണങ്ങളും ജനിതകമായ വിവരങ്ങളും എല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ എന്നെ കണ്ടെത്തിയതെന്ന് കാൾ ചോദിക്കുന്നു. ആദ്യം ഞങ്ങൾ അഗ്യുലറിനെ കണ്ടെത്തി. നിന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിന്റെ DNA-യുമായി ആൾക്ക് ഒരുപാട് സാമ്യമുണ്ടായിരുന്നു. ആരാണ് അഗ്യുലർ എന്ന് കാൾ തിരിച്ചു ചോദിക്കുന്നു. അത് നിന്റെ പൂർവികനാണ്, അസാസിൻസ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ടെംപ്ലറുകളുടെ ആക്രമണത്തിൽ അവർ അഗ്നിക്കിരയായി. ഇവിടെയുള്ള മറ്റുള്ളവരുടെ കാര്യവും നിന്നെ പോലെ തന്നെയാണെന്നും അവൾ കാളിനോട് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഫോട്ടോ കാൾ എടുക്കുന്നു. അത് സോഫിയുടെ അമ്മയോടൊപ്പമുള്ള ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അവൾ കാളിനോട് നിന്റെ അമ്മ മരിച്ച പോലെ എന്റെ അമ്മയെയും ആരോ കൊന്നതാണെന്ന് പറയുന്നു. അപ്പോൾ കാൾ എന്റെ അമ്മയെ കൊന്നത് എന്റെ അച്ഛനാണെന്നും അയാളെ കൊല്ലണമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറയുന്നു. കാൾ അവിടെയുള്ള ഒരു ബോർഡ് എടുക്കുന്നു. അത് ഏതെല്ലാം ആപ്പിളിന്റെ ഒരു മോഡലാണെന്നും ബൈബിൾ പ്രകാരം അതുണ്ടെന്ന് ഞങ്ങളിൽ ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്നും അവൾ പറയുന്നു. അഗ്യുലർ ആണ് അത് അവസാനമായി സംരക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അയാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണെന്നും സോഫിയ കാളിനോട് പറയുന്നു. അപ്പോൾ അതിനാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് കാൾ ചോദിക്കുന്നു. ശേഷം അവർ അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോകുന്ന വഴി കാൾ ഇതിൽ തനിക്ക് എന്താണ് ലാഭമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സോഫി നിനക്ക് ഇവിടെ നിന്ന് മോചിതനാകാം, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതവും കിട്ടുമെന്ന് പറയുന്നു. കാൾ ഭക്ഷണശാലയിലേക്ക് കടക്കുന്നു. അവിടെയുള്ള രണ്ടുപേർ കാളിനെ പറ്റി സംസാരിക്കുന്നു. അയാൾ ശരിക്കും ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്ന് അവർ പറയുന്നു. അതിലൊരാൾ കാളിനെ ഒരു സ്ഥലത്തിരുത്തുന്നു. കാൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അടുത്തിരുന്ന അയാളോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. എന്നെ ഇവർ വിളിക്കുന്നത് മുസ്ത എന്നാണ്, എന്നാൽ എന്റെ ശരിയായ പേര് ബാപ്റ്റിസ്റ്റ് എന്നാണ്, ഒരു ആഭിചാര വിഷവിദഗ്ധൻ. എന്നാൽ ഞാനൊരു നിരുപദ്രവകാരിയാണ് കേട്ടോ എന്ന് അയാൾ മറുപടി പറയുന്നു. അപ്പോൾ ഒരാൾ തന്നെ നോക്കുന്നത് കാൾ കാണുന്നു. മൂസ കാളിനോട് അവർ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, നീ ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ആപ്പിൾ സംരക്ഷിക്കേണ്ട അവസാനത്തെ കടമ നമ്മുടേതാണ്. നീ തെറ്റായി ഒന്നും ചെയ്യരുത്, എന്തെങ്കിലും ചെയ്താൽ അത് ഞങ്ങളെ എല്ലാവരും അജ്ഞതയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു.
കാൾ ഒന്നും മനസ്സിലാകാതിരുന്നു. അപ്പോൾ മറ്റൊരാൾ വന്ന് ഒരു ആപ്പിൾ കൊടുത്തിട്ട് ഇത് നിന്റെയാണെന്ന് പറയുന്നു. പെട്ടെന്ന് നേരത്തെ കാളിനെ നോക്കിയ ആൾ വന്ന് ആപ്പിൾ എടുക്കാൻ ശ്രമിക്കുന്നു. കാൾ അയാളെ പിടിക്കുന്നു. നീ അവരെ അതിനടുത്തേക്ക് നയിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അല്ല, ഞാനിത് തിന്നാൻ പോവുകയാണെന്ന് കാൾ മറുപടി പറയുന്നു. എന്നിട്ട് എന്ത് തേങ്ങയോടെ നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ കാളിന് ചില ഓർമ്മകൾ മിന്നി മറയുകയും അഗ്യുലർ അവിടെ നിൽക്കുന്നതായി തോന്നുകയും ചെയ്യുന്നു. അതേസമയം സോഫിയയോട് റൈക്കൻ കാളിനെ എത്രയും വേഗം അനിമസിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. എന്നാൽ സോഫി അത് കാളിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും അവന് കൂടുതൽ സമയം വേണമെന്നും പറയുന്നു. തനിക്ക് തീരെ സമയമില്ല, നിനക്ക് പറ്റില്ലെങ്കിൽ വേറെ ആളെ നോക്കേണ്ടി വരുമെന്ന് റൈക്കൻ തീർത്തു പറയുന്നു. കാളിന് അപ്പോൾ വീണ്ടും ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു. അയാൾക്ക് നേരെ അഗ്യുലർ വരുന്നതായി കാളിന് തോന്നുന്നു. കാൾ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും കുറച്ച് സെക്യൂരിറ്റി ഗാർഡുകൾ അവിടേക്ക് വരുന്നു. അവർ കാളിനെ കീഴ്പ്പെടുത്തി അനിമസിലേക്ക് കൊണ്ടുപോകുന്നു. അത് കാണുന്ന മറ്റു തടവുകാർ അവൻ നമ്മളെ ചതിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്നൊരു പദ്ധതി എടുത്തു. അനിമസിൽ കാളിനെ ബന്ധിപ്പിക്കുന്നു. സോഫിയ ടെക്നിക്കൽ എക്സ്പെർട്സിനോട് കാളിന് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ വേഗം തന്നെ താഴേക്ക് ഇറക്കണമെന്ന് പറയുന്നു. സോഫി കാളിന്റെ അടുത്ത് ചെന്ന് നീ അഗ്യുലറായി തുടരണമെന്നും ഇല്ലെങ്കിൽ അത് അപകടമാവുമെന്നും പറയുന്നു. അനിമസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വർഷങ്ങൾ പിറകോട്ട് പോകുന്നു. പുരാതന സ്പെയിൻ. അവിടെ ഒരു സഭ നടക്കുന്നു. അഗ്യുലറും മരിയയും ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം വിശ്വാസ പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ചും ആപ്പിൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നു. അവരെ സഭയ്ക്ക് നടുവിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മരിയ അഗ്യുലറിനോട് ഇന്ന് ഞാൻ മരിക്കുമ്പോൾ നിന്റെ കണ്ണീര് പാഴാക്കരുതെന്ന് പറയുന്നു. അവരെ സഭയ്ക്ക് നടുവിലേക്ക് കൊണ്ടുവരുന്നു. ആളുകൾ അവരെ കൂക്കി വിളിക്കുന്നു. അവരെ തൂണുകളിൽ ബന്ദിയാക്കുന്നു. എന്നിട്ട് കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. അവിടെയുള്ള ഒരു ഫാദർ ജനങ്ങളോട് ഇവർ പാപികളാണെന്നും നമ്മുടെ മതത്തിനെതിരെ നിൽക്കുന്ന ഗ്രനഡിലെ രാജകുമാരനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇവരാണെന്നും നമ്മുടെ മതത്തിൽ വിശ്വാസമില്ലാത്തവർ നമുക്ക് ഭീഷണിയായതിനാൽ നമ്മുടെ രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ വെച്ച് ഇവരെ തീയിലരിച്ചുകൊണ്ട് ഇവിടെ ശുദ്ധീകരണം ചെയ്യുകയാണെന്നും പറയുന്നു. തീ കത്തി തുടങ്ങുമ്പോഴേക്കും അഗ്യുലർ വിലങ്ങ് പൊടിച്ച് രക്ഷപ്പെടുന്നു. എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കൂടെ മരിയയെയും രക്ഷിക്കുന്നു. അവർ രണ്ടുപേരും കൂടി സൈനികരെ നേരിടുന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു. സൈനികർ പിന്നാലെ കൂടുന്നു. അവർ എല്ലാവരെയും നേരിടുന്നു. പിന്നെ കുറച്ചു നേരം ഫൈറ്റും ചേസുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കിടിലൻ ഫൈറ്റ്. ഇതെല്ലാം കാൾ അനിമസിലിരുന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ അഗ്യുലറും മരിയയും നീണ്ട സംഘടനത്തിനൊടുവിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് അനിമസിലുള്ള കാളിന് ഓർമ്മകൾ നഷ്ടമാകുന്നു. അയാൾ അതിൽ നിന്നും കിടന്ന് വിറയ്ക്കുന്നു. വായിൽ നിന്നും നുരയും പതയും വരുന്നു. അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന സോഫിയ ഡോക്ടർമാരെ വിളിക്കുന്നു. ഡോക്ടർമാർ വന്ന് കാളിനെ രക്ഷിക്കുന്നു. ശേഷം കാളിനെ വെള്ളത്തിൽ മുക്കി തെറാപ്പി എല്ലാം ചെയ്യുന്നുണ്ട്. അവിടേക്ക് വരുന്ന സോഫിയോട് കാൾ തനിക്ക് തന്റെ കാലുകൾ ഉള്ളതായി ഫീൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അത് താൽക്കാലികമായ തളർച്ചയാണ്, എല്ലാം ശരിയാവുമെന്ന് സോഫിയ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ കാൾ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, നീ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല. ആ ആപ്പിൾ നിനക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ സോഫി പറയുന്നു. അതിനുശേഷം വീൽ ചെയറിലിരിക്കുന്ന കാളിന് അവന്റെ അമ്മയുടെ മാല എടുത്ത് സോഫി കൊടുക്കുന്നു. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് കാൾ ചോദിക്കുന്നു. നിന്റെ അമ്മ മരിച്ചപ്പോൾ സൂക്ഷിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ കാളിന് അവന്റെ അമ്മ മരിച്ച അന്ന് അവിടേക്ക് വന്നത് സോഫിയുടെ അച്ഛനാണെന്ന് മനസ്സിലായി. അയാൾ എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അവരെ അവരുടെ ആളുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ടംബ്ലറുകളും അസാസിനുകളും വർഷങ്ങളായി യുദ്ധത്തിലാണ്. അത് നിർത്താൻ വേണ്ടിയാണ്. ആ പറഞ്ഞതിൽ ചില സംശയങ്ങൾ വന്ന കാൾ അവിടെ നിന്നും പോകുന്നു. റൂമിലെത്തിയ കാൾ മാല നോക്കി എന്തൊക്കെയോ ചിന്തിക്കുന്നു. എന്നിട്ട് ചില അഭ്യാസ മുറകൾ കാണിക്കുന്നു. ഇതെല്ലാം റൈക്കൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ സെക്യൂരിറ്റി ചീഫ് നമ്മളൊരു മൃഗത്തെയാണ് തീറ്റിപ്പോയിട്ട് ശക്തനാക്കുന്നതെന്ന് പറയുന്നു. റൈക്കൻ കാളിന്റെ അടുത്ത് പോയി സംസാരിച്ച് അവനെ വശത്താക്കാൻ നോക്കുന്നു. ഞങ്ങൾക്ക് ആപ്പിൾ വേണം, അതിന് നിന്റെ സഹായം വേണം. അതിന് നീ അനിമസിൽ നിന്നും പിൻവാങ്ങാതെ ഞങ്ങളെ സഹായിക്കണമെന്ന് കാളിനോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിശ്ചലരായ കുറച്ച് ആളുകളെ കാണുന്നു. ഇവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അനിമസിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് റൈക്കൻ പറയുന്നു. എന്നിട്ട് ഒരു കത്തി കാണിച്ചുകൊണ്ട് ഇത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ കത്തി കൊണ്ടാണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കൊന്നതെന്ന് പറയുന്നു. അയാൾ അവിടെ ഉണ്ടെന്നും പറയുന്നു. കാൾ ചുറ്റും നോക്കുന്നു. ആ കത്തി കാളിന് നൽകിക്കൊണ്ട് റൈക്കൻ അവിടെ നിന്നും വരുന്നു. അപ്പോൾ സോഫിയ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. എനിക്ക് വേറൊരു വഴിയുമില്ലെന്ന് റൈക്കൻ തീർത്തു പറയുന്നു. കാൾ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അയാൾ അവനോടായി നീ നിന്റെ അമ്മയുടെ മാത്രം മകനാണ്. നിന്നിലൂടെ ഒഴുകുന്ന ഒരു വിശ്വാസ പ്രമാണത്തിന്റെ രക്തമാണ്. അത് നിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ കാൾ ആ കത്തി അയാളുടെ കഴുത്തിൽ വെക്കുന്നു. എന്നിട്ട് നിങ്ങളാണ് എന്റെ അമ്മയെ കൊന്നതെന്ന് പറയുന്നു. അയാൾ കാളിനെ നോക്കിക്കൊണ്ട് മറുപടി പറയുന്നു. ആ യന്ത്രം അവളുടെ ജീവൻ തട്ടിയെടുക്കുന്നതിന് പകരം ഞാനിത് ചെയ്തു. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയി അവന്റെ അമ്മ തന്നെ അവന്റെ അച്ഛന്റെ കൈ പിടിച്ച് കത്തി കഴുത്തിൽ കുത്തുന്നത് കാണിക്കുന്നു. അയാൾ തുടരുന്നു. തന്റെ പ്രവൃത്തിക്കനുസരിച്ച് ഒരാൾ വലിയവനാവും. ഞാൻ നിന്നെ അന്നേ കൊല്ലേണ്ടതായിരുന്നു. എനിക്ക് പക്ഷെ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ കാൾ കത്തി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നാൽ ഇപ്പോ കൊന്നോളൂ എന്ന് പറയുന്നു. കത്തി ഇപ്പോൾ നിന്റെ കയ്യിലാണ്. ഇതാണ് അവർക്കും വേണ്ടത്. നീ എന്നെ കൊന്നോളൂ, പക്ഷെ അനിമസിലേക്ക് തിരികെ പോകരുത്. എന്തുകൊണ്ടെന്ന് കാൾ തിരികെ ചോദിക്കുന്നു. ആ ആപ്പിൾ അത് അവർ കണ്ടെത്തും. അത് വെച്ച് നമ്മളെ നശിപ്പിക്കും. കാൾ ദേഷ്യത്തോടെ അച്ഛനോട് ഞാനത് കണ്ടെത്താൻ പോവുകയാണ്. അവർ നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും നശിപ്പിക്കുന്നത് കാണാൻ പോവുകയാണെന്ന് പറയുന്നു. നിനക്കതാവില്ല, നിന്റെ രക്തത്തിലുള്ളതാണ്. ആപ്പിളാണ് എല്ലാം. അത് സംരക്ഷിക്കാനായി നിന്റെ അമ്മ മരിച്ചു. അവൾക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ കാൾ അവന്റെ അമ്മയുടെ മാല അച്ഛന്റെ കഴുത്തിലിട്ടുകൊണ്ട് എനിക്ക് വേറെ വഴികളുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്നും വരുന്ന വഴി മറ്റുള്ളവർ നീ വിശ്വാസ പ്രമാണത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് കാളിനെ ആക്രമിക്കുന്നു. സെക്യൂരിറ്റിക്കാർ വന്ന് അവനെ രക്ഷിക്കുന്നു. കാൾ നേരെ അനിമസിലേക്ക് പോകുന്നു. അതിന് അവൻ സ്വയം തയ്യാറാകുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ കാളിനോട് അസാസിൻ എന്ന പേര് വന്നത് ഹഷാഷിൻ എന്ന അറബ് വാക്കിൽ നിന്നാണ്. അവർ സമൂഹത്തിലെ ബഹിഷ്കൃതരായിരുന്നു. മോഷ്ടിക്കുന്നവർ, കൊല ചെയ്യുന്നവർ, ജനങ്ങൾ അവരെ പരിഹസിച്ച് രാജ്യദ്രോഹികൾ, വിഡ്ഢികൾ, ലഹരിക്ക് അടിമപ്പെട്ടവർ എന്നെല്ലാം പറഞ്ഞു.
പക്ഷേ അവർ അവരുടെ ശക്തരായ ശത്രുക്കൾക്കെതിരെ പോലും അവരുടെ തത്വങ്ങളുടെ പ്രതിബദ്ധത ഒളിപ്പിക്കാൻ തക്കവണ്ണം വിവരമുള്ളവരായിരുന്നു. അക്കാരണം ഒന്നുകൊണ്ട് തന്നെ ഞാൻ അവരെ ആരാധിക്കുന്നു. പക്ഷേ നീ അത്തരത്തിലുള്ള ഒരാളല്ല, ആണോ എന്ന് ചോദിക്കുന്നു. നമുക്ക് നോക്കാമെന്ന് കാൾ മറുപടി പറഞ്ഞുകൊണ്ട് അനിമസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സോഫി അങ്ങോട്ട് വന്ന് കാളിനോട് ഇതെന്റെ ജീവിതാവകാശമാണെന്ന് പറയുന്നു. ഇതെന്റെ ജീവിതം തന്നെയാണെന്ന് കാളും. വീണ്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്പെയിൻ, അവിടെ അഗ്യുലറിനും മരിയയ്ക്കും വേണ്ടി തിരച്ചിൽ നടത്തുന്ന സൈന്യം, ഒരു പടുകൂറ്റൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന അഗ്യുലറും മരിയയും. അവൾ അഗ്യുലറിനോട് നമ്മളുടെ ജീവൻ ഒന്നുമല്ല, നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കണം, നമ്മൾ എന്ത് ബാക്കി വെക്കുന്നുവോ അതാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാല അഗ്യുലറിന് നൽകുന്നു. കാളിന്റെ അമ്മയുടെ അടുത്തുണ്ടായിരുന്ന അതേ മാല. അതേസമയം ഗ്രനഡയിലെ സുൽത്താന്റെ അടുത്ത് ടെംപ്ലർ സൈന്യം എത്തുന്നു. എന്നിട്ട് നിങ്ങളുടെ രക്ഷകരായ അസാസിനുകളെല്ലാം പോയി എന്നും അതുകൊണ്ട് ആപ്പിൾ ഞങ്ങൾക്ക് തരുമെന്നും പറയുന്നു. അവരുടെ കയ്യിലുള്ള തങ്ങളുടെ മകനെ ഓർത്ത് സുൽത്താൻ ഏതനിലെ ആപ്പിൾ അവർക്ക് കൊടുക്കുന്നു. അവരുടെ കൂട്ടത്തിലെ ഫാദർ വന്നത് ഏറ്റുവാങ്ങുന്നു. എന്നിട്ട് സൂര്യപ്രകാശം നേരെ പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ ആദ്യ പാപത്തിന്റെയും സ്വതന്ത്ര ഇച്ഛയുടെയും വിത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഏതനിലെ ആപ്പിളിന് നന്ദി. ഇത് വെച്ച് ലോകത്തെ മുഴുവൻ ടെംപ്ലർ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം കണ്ട് അഗ്യുലറും മരിയയും മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് ആപ്പിൾ തിരിച്ചു പിടിക്കുന്നു. എന്നിട്ട് അഗ്യുലർ ഫാദറിന്റെ കഴുത്തിലും ടെംപ്ലർ സൈന്യത്തിന്റെ പടത്തലവൻ മരിയയെ കീഴ്പ്പെടുത്തി അവളുടെ കഴുത്തിലും കത്തിവെച്ച് നിൽക്കുന്നു. പടത്തലവൻ അഗ്യുലറിനോട് ആപ്പിൾ ഫാദറിന്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു. അഗ്യുലർ ഫാദറിന്റെ കഴുത്തിൽ നിന്നും കത്തി പിൻവലിച്ചതും പടത്തലവൻ മരിയയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കുന്നു. ദേഷ്യം വന്ന അഗ്യുലർ ഫാദറിനെ കുത്തി മാറ്റി പടത്തലവനോട് യുദ്ധം ചെയ്യുന്നു. കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഫൈറ്റിനൊടുവിൽ അഗ്യുലർ അടികൊണ്ട് മരിയയുടെ അടുത്തായി വീഴുന്നു. ഈ ഫൈറ്റിനെല്ലാം ഇടയിലും അനിമസിലുള്ള കാളിനെയും ഇന്റർകട്ട്സ് ആയി കാണിക്കുന്നുണ്ട്. വീണുകിടക്കുന്ന അഗ്യുലറിനോട് മരിയ എഴുന്നേൽക്കാൻ പറയുന്നു. അഗ്യുലർ അയാളെ കത്തികൊണ്ട് കുത്തി കീഴ്പ്പെടുത്തി കൊല്ലുന്നു. സുൽത്താൻ അഗ്യുലറിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാദർ വേഗം വാതിലുകൾ തുറന്ന് ബാക്കി സൈന്യത്തെ അകത്തേക്ക് വിടുന്നു. അഗ്യുലർ അവരുടെ പിടിയിൽപ്പെടാതെ ഓടുന്നു. ഓരോ സൈനികനെയും നേരിട്ട് കൊണ്ട് ഒരു ടണലിലൂടെ ഓടിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു കിടങ്ങിന്റെ മുകളിൽ വെച്ചൊരു പാലത്തിൽ അഗ്യുലർ സൈന്യത്താൽ വളയപ്പെടുന്നു. അഗ്യുലർ അപ്പോൾ തന്നെ കിടങ്ങിലേക്ക് എടുത്തു ചാടുന്നു. ഒപ്പം അനിമസിലുള്ള കാളിനെയും കാണിക്കുന്നു. അഗ്യുലർ രക്ഷപ്പെടുന്നു. ഇതെല്ലാം അനിമസിലെ ഹോളോഗ്രാഫിക് പ്രൊജക്ഷനിൽ കാണുന്ന സോഫിയ അഗ്യുലർ അപ്പോൾ എവിടെയാണെന്ന് ടെക്നിക്കൽ ചീഫിനോട് ചോദിക്കുന്നു. കാർഡിസിലെ ഒരു മിലിറ്ററി പോർട്ടിലാണ് അയാൾ എന്ന് പറയുന്നു. മിലിറ്ററി പോർട്ടിൽ അഗ്യുലറിനെയും കൂടെ വേറൊരാളെയും കാണിക്കുന്നു. അഗ്യുലർ ആപ്പിൾ അയാൾക്ക് കൊടുത്തുകൊണ്ട് ഇതിനുവേണ്ടി കുറെ അസാസിനുകൾ ജീവൻ ത്യജിച്ചതാണ്, നിന്റെ ജീവൻ കൊടുത്തും ഇതിനെ സംരക്ഷിക്കണം, നിന്റെ കുഴിമാടം വരെ നീ ഇതിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു അനുഭവി തന്നെയാണ്, ഞാൻ സത്യം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അയാൾ ആപ്പിൾ സ്വീകരിക്കുന്നു. അവർ മറ്റേതോ ഭാഷയിൽ എന്തോ സംസാരിക്കുന്നു. അത് മനസ്സിലാകാത്ത സോഫിയ ടെക്നിക്കൽ ചീഫിനോട് അത് തർജ്ജമ ചെയ്യാൻ പറയുന്നു. അത് ഇങ്ങനെയായിരുന്നു: സൂര്യകിരണങ്ങളെ പിന്തുടർന്ന് പഴയ ഈ ലോകത്തെ ഞാൻ കൈയൊഴിയും. അത് കേൾക്കുന്ന സോഫി അത് ക്രിസ്റ്റഫർ കൊളംബസ് ആണെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തെ അടക്കിയത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരികെ സ്പെയിനിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ശവക്കല്ലറ സെവിൽ കത്തീഡ്രലിലാണെന്ന് അയാൾ മറുപടി കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് സോഫിയ മെല്ലെ പറയുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും അത് എവിടെയാണെന്ന് മനസ്സിലാവുന്നു. പുറത്തുള്ള മറ്റു തടവുകാർ, അതായത് അസാസിനുകൾ, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളുമായി ഫൈറ്റ് ചെയ്യുന്നു. അതേസമയം അനിമസിലെ ഹോളോഗ്രാമിൽ വേറെ കുറെ അസാസിനുകളെ കാണുന്നു. അപ്പോൾ സോഫി ഇതെല്ലാം ഒരു മെമ്മറി ആണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരുപാടുണ്ടെന്ന് ചീഫ് പറയുന്നു. അവിടെ ആകെ അപായ അലാറം മുഴങ്ങുന്നു. കാളിന് ചുറ്റും ഹോളോഗ്രാമിൽ കുറെ അസാസിനുകൾ നിൽക്കുന്ന എല്ലാവരും കാണുന്നു. അപകടം മനസ്സിലാക്കിയ റൈക്കൻ അനിമസ് സേഫ് ആക്കി വെച്ചുകൊണ്ട് ആ സ്ഥലം നശിപ്പിക്കാൻ പറയുന്നു. സോഫി അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ അയാൾ അവളോട് എത്രയും വേഗം അവിടെ നിന്നും പോകണമെന്ന് പറയുന്നു. പുറത്ത് മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ കാളിന്റെ അച്ഛനെ സെക്യൂരിറ്റിക്കാർ കൊല്ലുന്നു. അതേസമയം കാളിന് ചുറ്റുമുള്ള ഹോളോഗ്രാമിലെ ഒരു അസാസിന് സോഫിയുടെ അതേ മുഖമുള്ളതായി സോഫിയെ കാണുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തുള്ളവർ അപ്പോഴും പൊരുതുകയായിരുന്നു. അനിമസിലുള്ള കാൾ അവന്റെ അമ്മയെ ഹോളോഗ്രാമിൽ കാണുന്നു. അവൾ അവനോട് നീ തനിച്ചല്ല കാൾ എന്ന് പറയുന്നു. പുറത്തുള്ള ആളുകളിൽ ചിലർ അനിമസിനുള്ളിലേക്ക് വരുന്നു. അവർ ആ കാഴ്ച കാണുന്നു. കാളിന്റെ അമ്മ അവന് അസാസിനുള്ള പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്നു. അവർക്കത് കാണുമ്പോൾ സന്തോഷമാവുന്നു. അതിൽ മൂസ എന്ന ആൾ കാളിനോട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. നമ്മൾ പോരാടുമെന്ന് കാൾ മറുപടി പറയുന്നു. അവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന പുരാതനമായ ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് സെക്യൂരിറ്റികളുമായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ സോഫിയയും കൂട്ടി റൈക്കൻ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുകയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട കാൾ മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് ചില്ലി പൊട്ടിച്ച് കെട്ടിടത്തിന് മുകളിലെത്തുന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്റർ പോയി കഴിഞ്ഞിരുന്നു. കാൾ അത് നോക്കി നിന്നു. റൈക്കനും സോഫിയയും കൂടി കൊളംബസിന്റെ ശവകുടീരത്തിലെത്തി ആപ്പിൾ എടുക്കുന്നു. മറ്റൊരു ദിവസം ലണ്ടനിലെ ഗ്രാൻഡ് ടെമ്പിൾ ഹാൾ കാണിക്കുന്നു. അവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നു. റൈക്കനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മീറ്റിംഗിന് തയ്യാറാക്കുന്ന റൈക്കന്റെ അടുത്തേക്ക് സോഫിയ വരുന്നു. അവൾക്ക് അയാളോട് ചെറിയ എതിർപ്പുണ്ട്. അപ്പോൾ അയാൾ നിനക്കിതിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുമെന്ന് അവളോട് പറയുന്നു. അതേസമയം അവിടേക്ക് അസാസിനുകൾ രഹസ്യമായി എത്തുന്നു. സോഫിയ അവൾ ചെയ്തത് തെറ്റായി പോയി എന്ന് റൈക്കനോട് പശ്ചാത്തപിക്കുന്നു. ഇതെല്ലാം നമ്മൾ ടെംപ്ലറുകൾക്ക് വേണ്ടിയാണെന്ന് അയാൾ അവളോട് പറയുന്നു. മീറ്റിംഗ് തുടങ്ങുന്നു. റൈക്കൻ അകത്തേക്ക് പോകുന്നു. അസാസിനുകൾ ഓരോ പാർട്സ് ചേർത്ത് വെച്ച് ആയുധങ്ങൾ തയ്യാറാക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന സോഫിയുടെ അടുത്തേക്ക് കാൾ അസാസിനുകളുടെ വേഷം ധരിച്ചെത്തുന്നു. അപ്പോൾ സോഫി അവനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ കാൾ ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ്, നീ തന്നെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എല്ലാവർക്കും ഒന്നും ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ലെന്ന് പറയുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സോഫിയ കണ്ണടയ്ക്കുന്നു. നിനക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കാൾ അകത്തേക്ക് പോകുന്നു. ജനങ്ങളുടെ നടുത്ത് നിന്നുകൊണ്ട് റൈക്കൻ ഏതനിലെ ആപ്പിൾ പൊക്കി പിടിച്ചുകൊണ്ട് അതിലെ ഊർജ്ജത്തെ പ്രവഹിപ്പിക്കാൻ തുടങ്ങും. എന്നാൽ അവിടെ എത്തുന്ന കാൾ അയാളെ കഴുത്തറുത്ത് കൊല്ലുന്നു. ലൈറ്റുകൾ അണയുന്നു. ആളുകൾ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. മരിച്ചു കിടക്കുന്ന റൈക്കന്റെ അടുത്തേക്ക് വന്ന് സോഫിയ സങ്കടപ്പെടുന്നു. അപ്പോൾ റൈക്കന്റെ കയ്യിൽ ഏതലിന്റെ ആപ്പിളിന് പകരം സാധാരണ ഒരു ആപ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. സോഫിയ ദേഷ്യത്തോടെ റൈക്കന്റെ മേലുദ്യോഗസ്ഥയെ നോക്കുന്നു. അപ്പോൾ അവർ അവളോട് ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു.
സോഫിയ ചർച്ചിന് പുറത്തേക്ക് നടക്കുന്നു. പുറത്തെത്തി അവൾ മുകളിലേക്ക് നോക്കുന്നു. അവിടെ നിന്നും തുടങ്ങുന്ന ഹെലികോം ഷോട്ട് ലണ്ടനിന്റെ മനോഹരമായ ടോപ്പ് വ്യൂ കാണിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന കാളിന്റെയും കൂട്ടരുടെയും അടുത്തെത്തുന്നു. കാളിന്റെ കയ്യിൽ ആ പവിത്രമായ ഏദനിലെ ആപ്പിൾ ഉണ്ട്. അയാൾ അതുമായി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നു. ആ മൊമെന്റിൽ സിനിമ അവസാനിക്കുന്നു. എന്നാൽ അസാസിനുകളുടെ വിശ്വാസ പ്രമാണവും അവരുടെ ജീവിതവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആപ്പിൾ ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അത് സംരക്ഷിക്കാനുള്ള ചുമതല അവരുടെയും. ചെയ്തത് തെറ്റായി പോയെന്ന് സോഫിയ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഒരു ടെംപ്ലർ ആണ്. ഇനി അവൾ അസാസിനുകളെ പിന്തുടരുമോ? അതിനെ അസാസിനുകൾ എങ്ങനെ നേരിടും? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങൾ സിനിമ കഴിഞ്ഞാലും പ്രേക്ഷകന് തോന്നിക്കൊണ്ടേയിരിക്കും. ഒരു ഫാന്റസി സിനിമയാണെങ്കിലും അതിലെ ചരിത്രപരമായ കാഴ്ചകളെല്ലാം പ്രേക്ഷകന് പുതുമ നൽകുന്നതാണ്. ഇതൊരു ഗെയിം കൂടിയായതിനാൽ അഗ്യുലറിന് മികച്ച ഒരു ഫാൻ ബേസ് കൂടിയുണ്ട്. ഫിക്ഷനും ഹിസ്റ്ററിയും ഒരുപോലെ കൂടിച്ചേർന്ന ഈ സിനിമ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇത് കാണണം. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. ബൈ.